മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഫരീസയർ വന്ന് അവരുമായി തർക്കിച്ചു തുടങ്ങി. അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, സ്വർഗത്തെ സംശയിക്കുന്നവന് എന്തിനാണ് ഒരു പരിഹാരം കർത്താവ് കാണിച്ചു കൊടുക്കേണ്ടത്? അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നതും ഒരടയാളം ചോദിക്കുന്നതും. കർത്താവ് അവൻ്റെ സംശയം ദൂരീകരിക്കുന്നില്ല. കാരണം കർത്താവിന് അറിയാം, ഇവൻ കള്ളനാണ്, ഇവൻ ചതിയനാണ്, ഇവൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ദൈവത്തെ പരീക്ഷിക്കുന്നത് സ്നേഹമുള്ളവരെ ഇവിടെ ഒരു മറുപടി അർഹിക്കുന്നില്ല എന്ന് കർത്താവ് പറയുക. കർത്താവ് അതിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോവുക. ഇതിന് നൽകുന്ന സന്ദേശം എന്താണ്? സ്നേഹമുള്ളവരെ, എല്ലാ ചോദ്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും അത് വിളമ്പാനുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ളതാണ്. ചില തർക്ക ഇടങ്ങളൊക്കെ വരുമ്പോൾ അത് വലിച്ചിഴക്കേണ്ട വിഷയമല്ലത്. മറിച്ച് ഇത് ആത്മീയ ബലങ്ങളാണ്, ആത്മീയ രഹസ്യങ്ങളാണ്. മനസ്സിലാകുന്നില്ല എന്ന് ദൈവത്തിനു മുമ്പിലേക്ക് ചോദിക്കുമ്പോൾ കർത്താവ് ഉറപ്പായി മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരും. തോമസ് പറയുന്നില്ലേ, നീ എൻ്റെ ചങ്കിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞ് നീ ആ ഒരു അനുഭവത്തിലേക്കൊക്കെ തോമസിനെ കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. ചില ശാഠ്യങ്ങൾ പോലും കർത്താവ് സ്വീകാര്യമായി കാണുമ്പോൾ ഇവിടെ എന്തേ കർത്താവ് പിന്മാറുന്നു? ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങളുടെ മറുപുറം ഇതാണ്. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഗ്രഹിക്കാനായി, മനസ്സിലാക്കാനായി, അടുത്തറിയാനായി ഒക്കെ ആഗ്രഹിക്കുന്നവരേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലുകയും എന്നാൽ സ്വർഗീയ കാര്യങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി താറടിക്കാനായി വരുന്നവരെ കർത്താവ് അതിന് മറുപടി നൽകാതെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുക. കാരണം അവൻ ഇന്നെന്നല്ല, പറഞ്ഞു കൊടുത്താലും ഒരിക്കലും ഗ്രഹിക്കില്ല എന്ന് സ്വർഗത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്നേഹമുള്ളവരെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവിക രഹസ്യങ്ങളെ സമീപിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു തർക്ക വിഷയമായിട്ടാണോ, അതോ ഒരു ഈശോയിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങളായിട്ടാണോ ഈ ആത്മീയ കാര്യങ്ങളെ നമ്മൾ കാണുക? ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാവണം നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം. എല്ലാ സൂചനകളും, എല്ലാ സയൻസും, എല്ലാ സൂചനകളും സ്വർഗീയ കാര്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങൾ വിളമ്പുന്നവയാണ് എന്ന് മനസ്സിലാക്കണം. അത് സ്വർഗോന്മുഖമാക്കി മാറ്റും, നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. കൃപയുള്ളതാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.